ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിൽ 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ഐഡന്റിറ്റി. ഇപ്പോൾ പഠിച്ചു എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് പറയുന്നത് എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഈ ഐഡന്റിറ്റി നമ്മൾ ഇപ്പോൾ പഠിച്ചു. അപ്പോൾ ഈ ഐഡന്റിറ്റി നമ്മൾ ഐഡന്റിറ്റി പഠിക്കുന്നതിന് ഉദ്ദേശം തന്നെ നമുക്ക് പല കണക്കുകൂട്ടലുകൾ എളുപ്പമാക്കാൻ വേണ്ടി. ഇപ്പം 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണുന്ന ഇതനുസരിച്ച് എളുപ്പത്തിൽ ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 23 ഇൻറ്റു 41, 23യെ 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. 1 ഇൻറ്റു 3 എത്രയാണ്? 1 ഇൻറ്റു 3 ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 1 ഇൻറ്റു 3 3, റിമൈൻഡർ ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 3. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 1 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 3. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2, 4 ഇൻറ്റു 3 12, 12 പ്ലസ് 2 14, റിമൈൻഡർ 1 ഉണ്ട്. 14 4 എഴുതിയോളൂ. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഇൻറ്റു 2 8, റിമൈൻഡർ 1 കൂടി കൂട്ടുമ്പോൾ 9. സോ 943 ഇസ് ദി ആൻസർ. പെട്ടെന്ന് മനസ്സിൽ നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ശരിയെന്താ? ആദ്യം യൂണിറ്റ് പ്ലേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ഇൻറ്റു 3, പിന്നെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 2ഉം 4 ഇൻറ്റു 3യും കൂടി ആഡ് ചെയ്തു. പിന്നെ 4 ഇൻറ്റു 2 എന്നിട്ട് റിമൈൻഡർ കൂടി ആഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. 32 ഇൻറ്റു 46. എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ. ഫസ്റ്റ് ഡിജിറ്റ് 6 ഇൻറ്റു 2 എത്രയാണ്? 12, റിമൈൻഡർ 1 ഉണ്ട്. 6 ഇൻറ്റു 2 12 ആണ്, റിമൈൻഡർ 1 ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയും ഇങ്ങനെയും ആണ്. 6 ഇൻറ്റു 3 18, 4 ഇൻറ്റു 2 8, 18 8 കൂടി ആഡ് ചെയ്യുമ്പോൾ 26, റിമൈൻഡർ 1 കൂടി കൂടുമ്പോൾ 27 ആവും. അപ്പോൾ 27 7 എഴുതും, റിമൈൻഡർ 2 ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ 4 ഇൻറ്റു 3 12, 12 പ്ലസ് റിമൈൻഡർ 2 കൂടി കൂടുമ്പോൾ 14. So 1470 is the product of 32 and 46. ഇതെങ്ങനെയാ നമുക്ക് തെളിയിക്കാൻ പറ്റുക? ഇതെങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? ഈ എളുപ്പം വഴിയിട്ട് വരുന്നത് എങ്ങനെയാ? ഈ ഐഡന്റിറ്റി എങ്ങനെയാ ഇവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ? വളരെ എളുപ്പമാണ്. ഏതൊരു നമ്പർ, ഇപ്പൊ AB ആണ് ഒരു നമ്പർ എന്ന് വിചാരിക്കുക, CD ആണ് അടുത്ത നമ്പർ. അതായത് ഇവിടെ യൂണിറ്റ് പ്ലേസ് ബിയും ടെൻസ് പ്ലേസ് എയും, ഇവിടെ യൂണിറ്റ് പ്ലേസ് ഡിയും ടെൻസ് പ്ലേസ് സിയും. ഇപ്പൊ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ എടുത്താൽ ഇപ്പൊ 25 ആണെങ്കിൽ യൂണിറ്റ് പ്ലേസ് 5 ആണ്, ടെൻസ് പ്ലേസ് 2 ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് ഇതാണ് 2 ഇൻറ്റു 10 പ്ലസ് 5. അതായത് ടെൻസ് പ്ലേസിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ, അത്രയും ടെൻസ് ആണ്. 2 ടെൻസ് എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 5. ഇപ്പൊ 43 ആണെങ്കിലോ യൂണിറ്റ് പ്ലേസിൽ 3 ആണ്, ടെൻസ് പ്ലേസിൽ 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 4 ടെൻസ്, 4 ഇൻറ്റു 10 പ്ലസ് 3, 4 ഇൻറ്റു 10 പ്ലസ് 3. അതുപോലെ AB എന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10A പ്ലസ് ബി എന്ന് എഴുതാം. CD എന്ന നമ്പറിനെയോ 10C പ്ലസ് ഡി, കാരണം യൂണിറ്റ് പ്ലേസ് ഡിയും ടെൻസ് പ്ലേസ് സി ആണ്. അപ്പൊ C ടെൻസ് ആർ ദയർ, സോ 10C പ്ലസ് ഡി. ഇത് 10A ടെൻസ് ആർ ദയർ, അപ്പൊ 10A പ്ലസ് ബി. അപ്പൊ 2 ഡിജിറ്റ്സ് നമ്പേഴ്സിനെ എല്ലാം ഇങ്ങനെ എഴുതാം, 10A പ്ലസ് ബി അല്ലെങ്കിൽ 10C പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എടുക്കുന്നത് ലെറ്റ് ദി 2 ഡിജിറ്റ് നമ്പേഴ്സ് ബി, ലെറ്റ് ദി 2 ഡിജിറ്റ് നമ്പേഴ്സ് ബി. ഒന്നാമത്തെ നമ്പർ 10A പ്ലസ് ബി ആൻഡ് 10C പ്ലസ് ഡി. Let the 2 digits numbers be 10A plus B and 10C plus D. അങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ AB എന്ന നമ്പർ എഴുതിയാൽ ഇത് ടെൻസ് പ്ലേസ്, അപ്പൊ A ടെൻസ്, അപ്പൊ 10A plus B units.
സി ഡി എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ 10C 10s, അപ്പോൾ 10C പ്ലസ് ഡി. അപ്പൊ ഏത് 2 ഡിജിറ്റ് നമ്പറിനെ ഈ രൂപത്തിൽ എഴുതാം. അപ്പൊ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. 10A പ്ലസ് ബി ഇൻറ്റു 10C പ്ലസ് ഡി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. XU, അതായത് ഈ സമ്മിലെ ഓരോ ടേം കൂടി, ഈ സമ്മിലെ ടേംസ് എന്ന് പറഞ്ഞാൽ 10A ഒരു ടേമാണ്, ബി ഒരു ടേമാണ്. ഈ ടേംസിലെ സം എന്ന് പറയുന്നത്, ഈ സമ്മിലെ ടേംസ് എന്ന് പറഞ്ഞാൽ 10Cയും ഡിയും. അപ്പൊ 10A ഇൻറ്റു 10C ഇങ്ങനെ നമ്മൾ ചെയ്യാറ്. 10A ഇൻറ്റു 10C, പിന്നെ 10A ഇൻറ്റു 10D. 10A പ്ലസ് ബി ഇൻറ്റു 10C പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 10A ഇൻറ്റു 10C പ്ലസ് 10A ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു 10C പ്ലസ് ബി ഇൻറ്റു ഡി. അപ്പോൾ 10 ഇൻറ്റു 10 100, 100AC. 10 ഇൻറ്റു AD 10AD. 10 ഇൻറ്റു BC 10BC പ്ലസ് BD. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. 100AC, ഇതിൽ 10 വെളിയിൽ എടുക്കുകയാണ്. അപ്പൊ AD പ്ലസ് BC ഇൻറ്റു 10 എഴുതാം പ്ലസ് BD. അതായത് ഇത് നമ്പർ ഓഫ് ടെൻസ് പ്ലേസ് വരും, ഇത് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇത് നമ്പർ ഓഫ് ഹൺഡ്രഡ്സ്. അപ്പോൾ യൂണിറ്റ് പ്ലേസ് BD യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പൊ യൂണിറ്റ് പ്ലേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ AB ഇങ്ങനെയാണ് നമ്പർ എഴുതിയത്, ABCD. അപ്പൊ യൂണിറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് പ്ലേസ് തമ്മിൽ ഗുണിക്കുന്ന BD യൂണിറ്റ് പ്ലേസിൽ വരണം. പിന്നെ AD പ്ലസ് BC ഇൻറ്റു 100, അതായത് AD പ്ലസ് BC ഇൻറ്റു 10. AD പ്ലസ് BC അത്രയും ടെൻസ് ഉണ്ട്. അപ്പൊ ടെൻസിന്റെ പൊസിഷൻ കിട്ടാൻ ADയും BCയും കൂടെ ആഡ് ചെയ്തു. അതാണ് AD പ്ലസ് BC ഇൻറ്റു 10. പിന്നെ 100ന്റെ പൊസിഷൻ കിട്ടാൻ AC, ഇതിന്റെ പ്രോഡക്റ്റ് കണ്ടോ, AC ഇൻറ്റു 100. അപ്പൊ എത്ര 100 ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്, എത്ര 10 ഉണ്ടെന്നാണ്, എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ 11 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു 10ഉം ഒരു 1ഉം ഉണ്ട്. അപ്പോൾ 1 യൂണിറ്റ് പ്ലേസിൽ വരും, ബാക്കി ഒരു 10ൽ പുറത്ത് എടുക്കും. അങ്ങനെയാണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടെൻസ്, നമ്പർ ഓഫ് യൂണിറ്റ്സ്, നമ്പർ ഓഫ് ഹൺഡ്രഡ്സ്. അപ്പോൾ അത് വെച്ചാണ് ഈ എളുപ്പവഴി നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. BD എത്രയാണെന്ന് വെച്ചാൽ യൂണിറ്റ് പ്ലേസിൽ എഴുതും. ഇത് രണ്ടും പ്രോഡക്റ്റ് എടുത്ത് അതിൻ്റെ സം എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ടെൻസ് പ്ലേസിൽ വരും. ഇത് രണ്ടും പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ യൂണിറ്റ് ഹൺഡ്രഡ്സ് പ്ലേസിൽ വരും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എളുപ്പവഴി അങ്ങനെ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2 ഡിജിറ്റ്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എളുപ്പവഴിയിൽ കണ്ടുപിടിക്കുന്ന ഇതിന്റെ തെളിവാണ് നമ്മൾ എഴുതിയത്. അങ്ങനെയാണ് എങ്കിൽ ഇനി നമുക്ക് ഏത് 2 ഡിജിറ്റ് നമ്പറിന്റെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 21 ഇൻറ്റു 65 പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറയാമോ? 5 1s are 5, റിമൈൻഡർ ഇല്ല. 5 2s are 10 പ്ലസ് 6 1s are 6. 5 2s are 10, 6 1s are 6, 10 plus 6 16, റിമൈൻഡർ 1. 6 2s are 12, 12 plus 1 13, 1365. പെട്ടെന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഏത് 2 ഡിജിറ്റ് നമ്പറിന്റെ പ്രോഡക്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ വേറെ പറഞ്ഞു എഴുതിക്കോളൂ. 72 ഇൻറ്റു 53 ഇത് വരും. ഫസ്റ്റ് യൂണിറ്റ് പ്ലേസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 ഇൻറ്റു 2 6 യൂണിറ്റ്സ്. ടെൻസിന്റെ ആണ് കിട്ടാൻ 3 ഇൻറ്റു 7 21, 5 ഇൻറ്റു 2 10, 21 പ്ലസ് 10 31 ടെൻസ് ആണ്. അപ്പോൾ 31 ടെൻസ് എന്ന് പറയുമ്പോൾ 1 10 ഇവിടെ എഴുതും, ബാക്കി 3 റിമൈൻഡർ എഴുതും. ദെൻ 5 ഇൻറ്റു 7 35 100 ആണ്. ഇവിടെയുള്ള 3 റിമൈൻഡർ കൂടി കൂട്ടുമ്പോൾ 35 പ്ലസ് 7 35 3 38. ഇതാണ് ആൻസർ വരും. കേട്ടോ, ഏത് 2 ഡിജിറ്റ്സിന്റെയും പ്രോഡക്റ്റ് ഇങ്ങനെ എളുപ്പവഴിയിൽ കണ്ടുപിടിക്കാം. വേറെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. 46 ഇൻറ്റു 27. 7 6 are 42. 42ല് 2 എഴുതും, ബാക്കി 4 റിമൈൻഡർ ആണ്. 7 4s are 28. 2 6 are 12. 28 plus 12. 8 2 10, 8 2 3 4, 40 കിട്ടും. അതിലൂടെ റിമൈൻഡർ കൂടി കിട്ടുമ്പോഴോ 40 plus 4 44, റിമൈൻഡർ 4 അഗെയിൻ വന്നു. 2 4s are 8. 8 plus 4 12 ഉണ്ടോ, 1242 കിട്ടി. അങ്ങനെ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ആവുന്നത് നന്നായിരിക്കും. നമുക്ക് ഏത്
പ്രോഡക്റ്റും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏത് 2 ഡിജിറ്റ് നമ്പറിന്റെ പ്രോഡക്റ്റും പെട്ടെന്ന് കണ്ടുപിടിക്കാം. കുറച്ചെണ്ണം നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയോളൂ. 52 into 63 എത്ര വരും? 3 2s are 6, റിമൈൻഡർ ഇല്ല. 3 5s are 15, 6 2s are 12, 15 ഉണ്ടാലും കൂടി 27, 27 7, റിമൈൻഡർ 2 ഉണ്ട്. 6 5s are 30, 30 plus 2 32. So the product is 3276. വേറെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. 36 into 25. അപ്പോൾ 5 6 are 30, റിമൈൻഡർ 3. 5 ഇത് രണ്ടും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അടുത്ത് ഇത് രണ്ട് 5 3s are 15, 2 6 are 12, 27 വന്നു. റിമൈൻഡർ 3 കൂടി കൂട്ടുമ്പോൾ 30, 30ക്ക് 0, റിമൈൻഡർ 3 again. പിന്നെ 2 3s are 6, 6 plus 3 9, 900 is the answer. അപ്പോൾ ഇങ്ങനെ ഏത് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും പ്രോഡക്റ്റ് x പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്ത് പ്രാക്ടീസ് ആവുക. താങ്ക് യു.